മൂലം നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം 2025 നവംബർ മാസം ചില സുപ്രധാന മാറ്റങ്ങൾക്കും ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾക്കും വഴിയൊരുക്കുന്ന ഒരു സമ്മിശ്ര കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ സ്വതസിദ്ധമായ അന്വേഷണാത്മകത സ്വഭാവവും കാര്യങ്ങളുടെ അടിസ്ഥാന കാരണം കണ്ടെത്താനുള്ള ത്വരയും ഈ മാസം കൂടുതൽ ശക്തിപ്പെടും. ഗ്രഹങ്ങളുടെ സ്വാധീനം ചിലപ്പോൾ വെല്ലുവിളികൾ ഉയർത്താമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങളായി മാറും. ഈ മാസം നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലൂടെ നിങ്ങൾ കൂടുതൽ കരുത്തരാകും. നവംബർ മാസം മൂലം നക്ഷത്രക്കാർക്ക് ആത്മപരിശോധനയുടെയും ആന്തരിക ശക്തിയുടെയും കണ്ടെത്തലിന്റെയും സമയമായിരിക്കും. കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കാതെ യുക്തിപരമായി വിലയിരുത്താൻ ശ്രമിക്കുക. ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം, കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. നിങ്ങളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് മാനസികാരോഗ്യം, ഈ മാസം കൂടുതൽ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതുണ്ട്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി കണ്ട് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും. മൂലം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും ചില നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും നേരിടേണ്ടി വരാം. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ആസൂത്രണവും അനിവാര്യമാണ്. ജോലി സ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം, എന്നാൽ അവയെ നേരിടാൻ നിങ്ങളുടെ ഉൾക്കാഴ്ച സഹായിക്കും. പുതിയ പ്രോജക്റ്റുകളോ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്നതായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുമെങ്കിലും അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിലോ വലിപ്പത്തിലോ ആയിരിക്കണമെന്നില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിശദമായ പഠനം നടത്തണം. ആശയവിനിമയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ശ്രദ്ധിക്കുക. ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക ആസൂത്രണം വളരെ പ്രധാനമാണ്. വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല, എന്നാൽ നിലവിലെ വരുമാനം നിലനിർത്താൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കും, എന്നാൽ പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും മൂലം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം ചില വെല്ലുവിളികളും ഒപ്പം സന്തോഷകരമായ നിമിഷങ്ങളും നൽകും. പരസ്പര ധാരണയും ക്ഷമയും ഈ മാസം വളരെ പ്രധാനമാണ്. പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിലെ പിഴവുകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുക. ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായി വരും. അവിവാഹിതരായവർക്ക് വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ ശ്രദ്ധ പുലർത്തുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശാന്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ആത്മീയ മേഖലയിൽ മൂലം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളും പരിവർത്തനങ്ങളും നൽകും. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയത നിങ്ങൾക്ക് വലിയ താങ്ങായി മാറും. ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആത്മീയത നിങ്ങൾക്ക് ആശ്വാസം നൽകും. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും. ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ്. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. ആരോഗ്യപരമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവ. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ചെറിയ തടസ്സങ്ങളോ ഏകാഗ്രത കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമല്ല. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കേതുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക. ശിവഭഗവാനെ ആരാധിക്കുന്നതും ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. കറുത്ത വസ്ത്രങ്ങൾ, എള്ള്, ഉഴുന്ന്, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. കേതുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. മൂലം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളിയും ശ്രദ്ധയും ആവശ്യമായി വരും. അതേസമയം ആത്മീയ മേഖലയിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും പരിവർത്തനങ്ങളും ലഭിക്കും. ഈ മാസം നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടും, എന്നാൽ അതിലൂടെ നിങ്ങൾ കൂടുതൽ ശക്തരാകും. ജാഗ്രതയോടെയും ബുദ്ധിപൂർവമായും ഓരോ സാഹചര്യങ്ങളെയും സമീപിക്കുക. പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുകയും ചെയ്യുക. ഈ മാസം നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.